സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥിയാണ്. പാശ്ചാത്യ മുസ്ലിം പ്രബോധന രംഗത്തെ പ്രമുഖ വ്യക്തിത്വമാണ് ഡോക്ടർ ജമാൽ ബദവി. ഈജിപ്തിൽ ജനിച്ച അദ്ദേഹം 1970 മുതൽ അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നു. അദ്ദേഹം ഇന്ന് കനേഡിയൻ പൗരനാണ്. USA ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്ത അദ്ദേഹം ബ്ലൂമിംഗ് ടൗണിൽ നിന്നും മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ബിരുദവും ഡോക്ടറേറ്റുമെടുത്തു. ധിഷണാശാലിയായ ഇസ്ലാമിക ചിന്തകൻ, ലോക പ്രശസ്തനായ എഴുത്തുകാരനും പ്രഭാഷകനും, 32 രാജ്യങ്ങളിൽ നിരവധി പ്രബോധന സദസ്സുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം നോർത്ത് അമേരിക്കൻ ഫിഖ് കൗൺസിൽ അംഗം കൂടിയാണ്. ഹെൽഫാക്സിൽ ഇസ്ലാമിക വിഷയത്തിൽ പ്രൊഫസർ കൂടിയായ ഡോക്ടർ ബദവി ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത്. ഈ സമ്മേളനത്തിന് മാത്രമായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇന്ന് മടങ്ങുകയാണ്. അദ്ദേഹത്തെ ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി ഹാർട്ട്ലി വെൽക്കം Dr. Jamal Badawi, who have travelled all the way from Halifax, Canada to attend this conference. Dr. Badawi, we politely invite you to deliver your speech. Thank you. إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على عبدك ونبيك ورسولك الأمي محمد صلى الله عليه وسلم وعلى آله وصحبه وسلم تسليما عدد ما أحاط به علمك وخط به قلمك وأحصاه كتابك. وارض اللهم عن ساداتنا أبي بكر وعمر وعثمان وعلي وعن الصحابة أجمعين وعن التابعين وتابعيهم بإحسان إلى يوم الدين. My dear brothers and sisters, Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. And I wish to say in the very outset that I join you all in invoking the blessings and mercy of Allah subhanahu wa ta'ala on the soul of our beloved brother Najib. May Allah subhanahu wa ta'ala enter him into paradise, forgive his sins, and look after his family after him. Ameen. I wish also to express my appreciation and thanks for the organizers for honoring me to be amongst my beloved brothers and sisters in Islam. ഹംദിനും സ്വലാത്തിനുമെല്ലാം ശേഷം ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മളോട് വിട പറഞ്ഞു പോയ നജീബ് എന്ന നമ്മുടെ പ്രിയങ്കരനായ സഹോദരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വിയോഗം കാരണം ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തിന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങുകയാണ്. Inshallah, in order to help you follow the presentation, I try to summarize in the very beginning the basic topics we hope to cover, which inshallah hopefully will not take more than 1 hour, including the translation. Inshallah, we'll begin with a very brief introduction. Then we will deal with the major part of the presentation that is reflected in the title, some of the aspects of goodness that we find in the teaching of Islam. Thirdly, we'll talk about some of the basic problems of giving Islam and Muslims a bad image. Fourthly, how to avoid misinterpretation of the primary texts of Islam, the Quran and the Sunnah of the Prophet sallallahu alaihi wasallam. Fifthly, inshallah, we'll touch on 4 examples briefly of some of the most misunderstood verses in the Quran by
people of other faith communities, and in some instances by some elements of Muslims. And finally, a brief question: where do we go from here? ബഹുമാന്യരായ സഹോദരങ്ങളെ, ആമുഖമായി എൻ്റെ പ്രഭാഷണ വേളയിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ എങ്ങനെയാണ് എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് എന്നതാണ്. ആമുഖത്തിന് ശേഷം നന്മയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് ആണ് ഞാൻ രണ്ടാമതായി സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി ഈ ലോകത്ത് ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്. നാലാമത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കുക. അഞ്ചാമതായി 4ഓളം ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഏതൊക്കെ രൂപത്തിലാണ് ഇതര മതവിശ്വാസികളും ആദർശവിശ്വാസികളും ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാണ്. അവസാനമായി എവിടേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ വിഷയത്തോടുള്ള സമീപനം എന്നത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. In the introduction, I wish only to make 3 main points. First, that we are living in a world that has been correctly called a global village, a village that is interdependent and interrelated. Secondly, we have a long history of varied religions that has been abused by some of its followers in order to justify the brutality against other fellow human beings, especially at the time of turmoil. Thirdly, that given that situation, it is absolutely necessary to engage in courteous and peaceful dialogue between religions, interfaith, and also dialogue within each religion in order to combat the extremist ideas that may grow among its followers. ആഗോള ഗ്രാമമായി മാറിയിട്ടുള്ള ഈ സമകാലിക പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന സുപ്രധാനമായ 3 പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ ലോകം എല്ലാവരും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. നമുക്കാർക്കും വേറിട്ടൊരു നിലനിൽപ്പില്ല, എല്ലാവരും പരസ്പര ബന്ധിതരാണ്. രണ്ടാമത്, ഇത്തരം പ്രശ്നങ്ങൾ വിലയിരുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ചരിത്രകാരന്മാർ അവരുടെ ചരിത്രരചനയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ മുൻകാല ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണ്. മൂന്നാമതായി നാം മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടത് സമാധാനപൂർണമായ സംവാദം, മതത്തിനുള്ളിലും മതത്തിൻ്റെ പുറത്തുള്ള ആളുകളുമായുമുള്ള സ്നേഹമസൃണമായ സംവാദത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. And then we move on to the second most important part of the topic. I am trying to give a few central aspects of the nature of the teaching of Islam and why we say that it is all goodness. We'll divide them into groups roughly of 3 each and get the translation, inshallah. The first aspect, and the source of all goodness and the cornerstone of happiness for human beings in this life and the life to come, and that is the belief and faith in the one and only